നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളെല്ലാം ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചോ. കാരണം ഇനി അവയെല്ലാം പ്ലാസ്റ്റിക് നോട്ടുകളാവാൻ പോവുകയാണ്. നമ്മളുടെ പണത്തിന്റെ മെറ്റീരിയൽ തന്നെ മാറ്റാൻ പോവുകയാണ് RBI. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ഈ ആർട്ടിക്കിൾ അനുസരിച്ച് RBIയുടെ പാട്നയിലും മുംബൈയിലും നടന്ന ബോർഡ് മീറ്റിംഗിൽ ചർച്ച ചെയ്ത കാര്യമാണിത്. RBI ഇനി പേപ്പർ ബാങ്ക് നോട്ടുകൾക്ക് പകരം പോളിമർ ബാങ്ക് നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിലിരുന്ന് എത്ര വലിയ മഴ നനഞ്ഞാലും നോട്ടുകൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ വീണ്ടും പുതിയ നോട്ടായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ സാധാരണ നോട്ടുകളേക്കാൾ 3 മുതൽ 5 ഇരട്ടിക്കാലം വരെ ഇത് കേടുകൂടാതെ നിലനിൽക്കും. മെറ്റീരിയൽ മാത്രമല്ല, കള്ളനോട്ട് അടിക്കാതിരിക്കാനുള്ള സെക്യൂരിറ്റിയും ഇതിൽ വേറെ ലെവലിലാണ്. ഇതിനൊരു ട്രാൻസ്പെറന്റ് വിൻഡോ ഉണ്ട്, പിന്നെ കളർ മാറുന്ന മഷിയുണ്ട്, പിന്നെ ഒന്ന് ചരിക്കുമ്പോൾ വിസിബിൾ ആകുന്ന ഹോളോഗ്രാമും ഉണ്ട്. എന്നാൽ ഇതൊന്നും നമുക്ക് പേപ്പർ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാനഡയിലൊക്കെ ഈ നോട്ട് കൊണ്ടുവന്നപ്പോൾ കള്ള നോട്ടുകളുടെ എണ്ണം 1 മില്യണിൽ 470 നിന്ന് വെറും 33 ആയിട്ടാണ് കുറഞ്ഞത്. അതായത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടല്ല ട്രൈ ചെയ്യുന്നത് കേട്ടോ. 2012 കൊച്ചിയിലും മൈസൂരിലൊക്കെ ഇതിന്റെ പൈലറ്റ് പ്രോഗ്രാം നടത്തി നോക്കിയിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ ATM മെഷീനുകൾക്ക് ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ അത്ര സെറ്റ് ആയിരുന്നില്ല. ഒത്തിരി കംപ്ലൈന്റ്സ് വന്നിട്ട് അത് നിർത്തിവെച്ചു. എന്നാൽ ഇപ്പോൾ അതെല്ലാം റിസോൾവ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, ഇതുവരെയായിട്ടും RBI ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എങ്ങും നടത്തിയിട്ടില്ല. ഇത് ജസ്റ്റ് അവരുടെ മീറ്റിംഗിൽ സംസാരിച്ച കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് നോട്ട് വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കാനും മറക്കരുത്.